പട്ടിണി പെരുകുന്ന ഗാസ. കുട്ടികൾ ഉൾപ്പെടെ 29 പലസ്തീനികൾ മരണപ്പെട്ടെന്ന് ലോകാരോഗ്യ സംഘടന. ഗാസയോട് ഇസ്രായേൽ കരുണ കാണിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയേസസ് അഭ്യർത്ഥിച്ചിരുന്നു. 2 ദശലക്ഷം ആളുകൾ പട്ടിണിയിലാണെന്നും റിപ്പോർട്ട്. ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിലുള്ള നാസർ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവ് മൂലം അസുഖങ്ങളുള്ള കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം, ഇന്ധനം, പാർപ്പിടം എന്നിവയുടെ ക്ഷാമം അനുഭവിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മെഡിക്കൽ സഹായവും ലഭ്യമാക്കണമെന്ന് അദ്ദേഹം അറിയിച്ചു. ഒരു രാഷ്ട്രീയ പരിഹാരമുണ്ടായാൽ മാത്രമേ ഗാസയിൽ സമാധാനമുണ്ടാവുകയുള്ളൂ. യുദ്ധം ഇസ്രായേലിനെയും ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കരുണ കാണിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾക്കും പലസ്തീനികൾക്കും മനുഷ്യരാശിക്കും നല്ലതാണ്. ഗാസയിലെ ജനങ്ങൾ മരണഭീഷണിയിലാണ്, ടെഡ്രോസ് അദാനം പറഞ്ഞു. സഹായം എത്തിച്ചില്ലെങ്കിൽ ഗാസയിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 14,000 കുഞ്ഞുങ്ങൾ മരണപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം തലവൻ ടോം ഫ്ലെച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം മൂലം 11 ആഴ്ചയായി ഗാസ കടുത്ത പ്രതിസന്ധി നേരിടുകയായിരുന്നു. ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുടെ കുറവ് പ്രദേശത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉപരോധം അവസാനിപ്പിച്ചിരുന്നു. ഇതോടെ ഗാസയിലേക്ക് ബേബി ഫുഡും ബ്രെഡും ഉൾപ്പെടെയുള്ള ഭക്ഷണം എത്തിത്തുടങ്ങി. ഭക്ഷണത്തിനു പുറമെ മെഡിക്കൽ ഉപകരണങ്ങളും ഗാസയിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 100 ട്രക്കുകൾക്കാണ് ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയത്. മാർച്ചിലാണ് ഗാസയ്ക്കുമേൽ ഇസ്രായേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതോടെയാണ് ഗാസയിലെ 2.4 ദശലക്ഷം ജനങ്ങളും പട്ടിണിയിലായത്. ഗാസയിലെ കുട്ടികൾക്ക് വ്യാപക പോഷകാഹാരക്കുറവുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.